വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 25th ജാനുവരി. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 27th ജാനുവരി മുതൽ 31st ജാനുവരി വരെയുള്ള വീക്കാണ്. എന്തായാലും അടുത്ത ആഴ്ചയിൽ സാറ്റർഡേ ആണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് വരുന്നത്. അതായത് 1st ഫെബ്രുവരിയിലാണ് യൂണിയൻ ബഡ്ജറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകൾക്കെല്ലാം ട്രേഡിംഗ് ഡേ കൂടെയാണ്. സാധാരണ പോലെ തന്നെ 9:15 മുതൽ 3:30 വരെ ട്രേഡിംഗ് ഉണ്ടായിരിക്കും. അത് മാർക്കറ്റിൻ്റെ അന്നത്തെ ആ വൊളാറ്റിലിറ്റിയെ അന്ന് തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നൊരു ട്രേഡിംഗ് ഡേ ആയിട്ട് വെച്ചിട്ടുള്ളത്. വളരെ റെയറായിട്ട് മാത്രമാണ് ബഡ്ജറ്റ് സാറ്റർഡേയിൽ വരാറുള്ളത്. അങ്ങനെയുള്ള എല്ലാ വർഷങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റും അന്ന് സാറ്റർഡേയിൽ വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം, യു എസിൽ ജനുവരി 20th യു എസ് പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയുണ്ടായി. അപ്പോൾ പലരും അത് ഡൊണാൾഡ് ട്രംപ് വരുന്നത് മാർക്കറ്റിന് വളരെ ഫേവറബിൾ ആകും എന്ന് കരുതുന്നുണ്ട്. എങ്കിലും അതൊരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് തലയുള്ള വാളിനെ പോലെ ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം കുറേയധികം വൊളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ കുറേയധികം ഡിസിഷൻസ് ഫേവറബിൾ ആകാം, അതുപോലെ തന്നെ അൺഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ട്രംപ് ഗവൺമെൻറ്റിൻ്റെ കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, 2017 മുതൽ 2021 വരെയുള്ള പീരീഡ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് നാസ്ഡാക്ക് 77% ഉയർന്നപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് 38% ആണ് ഉയർന്നത്. എന്തായാലും യു എസ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ട്രംപിൻ്റെ ഈ ട്രംപ് 2 ഗവൺമെൻറ് പീരീഡിലും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. പക്ഷേ യു എസ് മാർക്കറ്റിൻ്റെ അത്രയും നല്ല പെർഫോമൻസ് ആകില്ല എന്ന് വേണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ നമുക്കിപ്പോൾ കാണാം, നമുക്ക് ഈ വർഷം നമ്മുടെ കറൻസി 2.9% ആണ് ഡിപ്രീഷിയേറ്റ് ചെയ്ത് ഏറ്റവും ലോ ആയിട്ടുള്ള 86.70 വരെയും വരികയുണ്ടായി. അതിനൊപ്പം തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, നമുക്ക് ഒരു 58,000 crores FI സെല്ലിങ്ങും കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായിട്ടുണ്ട്. ഇത് കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ടാക്സ് കട്ട്സും അതുപോലെ കൂടുതൽ ഇതുപോലെയുള്ള ആക്ഷൻസും യു എസിൽ വരികയാണെങ്കിൽ ഡോളർ വീണ്ടും സ്ട്രെങ്ത് എടുക്കുകയാണെങ്കിൽ കുറേ കൂടി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിങ് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതീക്ഷിക്കണം. അതേസമയം ഡൊമസ്റ്റിക് പാർട്ടിസിപ്പേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിന് ഇതുപോലെയുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിങ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപ് ഗവൺമെൻറ് വരുമ്പോൾ അവർ കുറേയധികം മാനുഫാക്ചറിങ് യു എസിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള കുറേ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽസും ടെക്നോളജിയും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സും ഒക്കെ. അപ്പോൾ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ പ്രത്യേകിച്ചും യു എസിലേക്ക് കുറേയധികം മാനുഫാക്ചറിങ് ഷിഫ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചായിട്ട് വരാനുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ ഈ H-1B വിസാസിലുണ്ടാകുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോസ്റ്റ് കുറച്ചുകൂടെ കൂടാനായിട്ട്, ലേബർ കോസ്റ്റിലെല്ലാം കുറേയധികം ഇൻക്രീസ് വരുത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്സിൽ ടെക്സ്റ്റൈൽസും അതുപോലെ യാൺസും ഫാബ്രിക്സും റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സും അതുപോലെ ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റ്സും പ്രോഡക്ട്സ്, അയൺ ആൻഡ് സ്റ്റീൽ പോലുള്ള പ്രോഡക്ട്സും അതുപോലെ ഗ്രാനൈറ്റ്സും ഇതെല്ലാം ചൈനയെക്കാളും നല്ല രീതിയിൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് കൂടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം കുറേയധികം ടാരിഫ്സിൻ്റെയും റെസ്ട്രിക്ഷൻസ് ചൈനയുടെ മേൽ ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സെക്ടറുകളെല്ലാം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ യു എസിൽ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കട്ട് വരുമ്പോൾ IT സ്പെൻഡിങ് യു എസിലെ കമ്പനികൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം നല്ല ഒരു ഡിസിഷൻ ആയിരിക്കും. അതുപോലെ ഫാർമ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് യു എസ് കുറയ്ക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ ഫാർമ കമ്പനീസിനും കുറച്ച് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഡിഫൻസ് സ്റ്റോക്സും യു എസും ഇന്ത്യയും തമ്മിലുള്ള കുറേയധികം കൊളാബറേഷൻസ് കൂടുന്നതുകൊണ്ട്
പ്രത്യേകിച്ചും ഏഷ്യ പസഫിക് റീജിയണിലൊക്കെ കുറേയധികം കൂടുന്നതുകൊണ്ട് ഇന്ത്യയിലെ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും. എന്തായാലും ട്രംപ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഓയിൽ ആൻഡ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ കമ്പനീസിനും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പീരീഡായിരിക്കും ട്രംപ് ഗവൺമെൻറ്റിൻ്റേത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി. അതുപോലെ തന്നെ കുറേയധികം മെറ്റൽ സ്റ്റോക്സും ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് കുറേയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട് മെറ്റൽ കമ്പനീസിനും ട്രംപ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കുറേയധികം ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ യു എസിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതുകൊണ്ട് നമുക്ക് ഓവറോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് തന്നെ ഒരു ബെനിഫിഷ്യൽ ആകാവുന്ന ഒരു പീരീഡ് ആയിരിക്കും ട്രംപ് ഗവൺമെൻറ് 2 വരുന്ന ഈ ഒരു പീരീഡ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടിയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കുറേ കൂടെ കാര്യങ്ങൾ ഡീല് ചെയ്യാനും കുറേ കൂടെ എളുപ്പമാകുന്നത് ട്രംപ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ബൈഡൻ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് കുറേയധികം യുസുമായിട്ട് കുറേ കൂടി കൊളാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ബെനിഫിഷ്യലായിട്ട് പീരീഡായിരിക്കും വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ കാണാൻ സാധിക്കും നമുക്ക് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി 111 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,092 നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു സപ്പോർട്ട് ലെവലാണ് 23,189 ലെവൽ എന്നുള്ളത്. ആ ലെവലിന് നിയറായിട്ട് തന്നെയുള്ള ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ലെവലിൽ ഒരു കൺസോളിഡേഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് യൂണിയൻ ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു കൺസോളിഡേഷനാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ നിന്നും കൺസോളിഡേറ്റ് ചെയ്ത് 23,000 ലെവലിൽ നിന്നും നിഫ്റ്റി മുകളിലേക്ക് റീബൗണ്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കുറേയധികം മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം 26,000 മുകളിൽ ട്രേഡ് ചെയ്തിരുന്ന നിഫ്റ്റി ഇപ്പോൾ 23,000 വളരെ അരികിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോർ ദാൻ 12%-ലധികമുള്ള നിഫ്റ്റിയിലെ കറക്ഷൻ വലിയൊരു കറക്ഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ റീബൗണ്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറേയധികം കുറഞ്ഞതും അതുപോലെ യു എസിലെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ട്രംപ് ഗവൺമെൻറ് വന്നതും എല്ലാം ഗ്ലോബലി കുറേയധികം കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിൽ കുറേ ദിവസമായിട്ടുണ്ടായിരുന്ന ഈ സെൽ ഓഫും അവസാനിച്ച് യൂണിയൻ ബഡ്ജറ്റ് വരുന്നതോടുകൂടി നമുക്ക് മാർക്കറ്റും റീബൗണ്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ വീക്കിൽ 428 പോയിൻറ്റ്സ് കൂടെ കറക്റ്റ് ചെയ്ത് 76,190 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാം 53,262 ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കാര്യമായിട്ടുള്ളൊരു കറക്ഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുണ്ട്. 1,344 പോയിൻറ്റ്സ് ആണ് താഴ്ന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 716 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്ത് 16,956 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന്. അതുപോലെ നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻ്റ് ആയിട്ടുള്ള February 1 ബജറ്റ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോളിസികളും അതുപോലെ തന്നെ കുറേയധികം നമുക്ക് കുറേയധികം ഇക്കണോമിക് ചാലഞ്ചസ് ഉള്ളതിനെയെല്ലാം അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധ്യതയുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും അതുപോലെ ഇൻസെൻറ്റീവ്സ് ഫോർ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സും അതുപോലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനും മാനുഫാക്ചറിങ്ങിനും റിന്യൂവബിൾ എനർജിക്കും എല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കൂടുതൽ എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ റൂറൽ ഏരിയാസിൽ കൂടുതൽ സ്പെൻഡിങ് വരാവുന്ന രീതിയിൽ സ്മോൾ ബിസിനസ്സുകൾക്കെല്ലാം സപ്പോർട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കുറച്ചധികം പോളിസീസും നമ്മളിതിൽ ഈ ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ടാക്സ് സ്ട്രക്ചറിൽ കുറച്ച് പുതിയ സ്ലാബുകളും അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ഡിഡക്ഷൻസും എല്ലാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് മാർക്കറ്റിലെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കുറച്ചുകൂടെ റേഷണലൈസേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
അത് അത് നമുക്ക് കുറേയധികം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിൽ എന്താണ് വരുന്നത് എന്നുള്ളത് ഫെബ്രുവരി 1 തന്നെ, ഫസ്റ്റിന് തന്നെ, ബജറ്റിന് ശേഷം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ക്യാപിറ്റൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോയിലേക്ക് കുറേയധികം കുറേ ക്ലയൻസും ചോദിക്കേണ്ടായ ഒരു കാര്യമാണ് കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനതിൽ കുറേയധികം പേര് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിലൊരെണ്ണം ഒരു റിലവൻ്റ് ആയിട്ടുള്ള കാര്യം ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു പോയിന്റ് തന്നെയായിരുന്നു. കാരണം കല്യാൺ ജ്വല്ലേഴ്സിനെ കുറിച്ച് നമ്മൾ IPOയ്ക്ക് മുന്നേ തന്നെ ഒരു IPO സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നതാണ്. അതിന് ശേഷം അന്ന് ഒരു 86 റുപ്പീസിൽ IPO നടന്നിരുന്നതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും ഉയർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 790 വരെ ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യുകയുണ്ടായില്ലേ കുറച്ച് പീരീഡിനുള്ളിൽ തന്നെ. അതിനുശേഷം ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോക്ക് ഒരു 30-35% കറക്റ്റ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ റിസൾട്ട് വളരെ നല്ലതായിരുന്നു, എങ്കിലും അതിനുശേഷം കറക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരു ക്ലയൻറ്റ് ചോദിച്ചൊരു ഒരു കാര്യമാണ്, ഹൈ സർ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഈവൻ ദോ AAA ഡസ് നോട്ട് ഹാവ് എനി ഓപ്പൺ കോൾസ് ഇൻ Kalyan Jewellers, it would be prudent from an expert like you to do a video about Kalyan Jewellers to reinstate the customer confidence in Kalyan Jewellers. You have a strong conviction about this stock and have urged investors to open account in wife or daughter's name and buy Kalyan Jewellers. I am looking forward for an advice from your end. ഇതിൽ നമ്മളന്ന് സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അന്ന് IPOക്ക് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, വൈഫിനോ അല്ലെങ്കിൽ മകളുടെ പേരിലൊരു DP അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് കല്യാൺ സ്റ്റോക്ക് IPOയിലൂടെ വാങ്ങുക എന്നുള്ളത്. അന്ന് IPOക്ക് അപ്ലൈ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ സ്റ്റോക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്ത കുറേ അധികം പേരുണ്ടായിരുന്നു. അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം 86 റുപ്പീസിൽ നിന്നും ഈ സ്റ്റോക്ക് ഇത്രയധികം 800 അടുത്തേക്ക് വന്നപ്പോൾ നിയർലി 10 ടൈംസ് ഈ സ്റ്റോക്ക് റാലി ചെയ്യുകയുണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്റ്റോക്ക് ഇത്രയധികം മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് വിഡ്രോ ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും ക്ലയൻസിനോട് പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 90%-ലധികം പേരും ആ ഒരു കാര്യം ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള എമൗണ്ട് കല്യാണിലുള്ള എമൗണ്ട് തീർച്ചയായിട്ടും പ്രോഫിറ്റിൻ്റെ പോർഷനാണ് എന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു 30-35% കറക്ഷൻ വരുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എല്ലാവരും റിയലി പാനിക് ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ കാണാൻ നമുക്ക് കല്യാണിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാർട്ടാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 780-90 ലെവലിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് 458ലേക്കാണ് ഇപ്പോൾ വന്ന് കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് അതിനെക്കുറിച്ച് കുറച്ച് റൂമേഴ്സ് മാർക്കറ്റിൽ വരികയുണ്ടായി. കല്യാൺ ജ്വല്ലേഴ്സ് എന്ന കമ്പനി ഒരു മേജറായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസിന് കുറച്ച് ബ്രൈബ് നൽകിയതിനെ തുടർന്ന് അവരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോകളിലെല്ലാം കല്യാൺ എന്നുള്ള സ്റ്റോക്കിനെ ആഡ് ചെയ്തിരുന്നു എന്നുള്ളൊരു ന്യൂസ്, ഒരു റൂമർ വരികയുണ്ടായി. അതിനെ തുടർന്നാണ് ഈ സ്റ്റോക്ക് കാര്യമായിട്ടൊരു സെൽ ഓഫിലേക്ക് പോയത്. അത് എസ്പെഷ്യലി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്റ്റോക്ക് വലിയ രീതിയിൽ റാലി ചെയ്ത് മുകളിലേക്ക് പോയി കഴിയുമ്പോഴും, പ്രത്യേകിച്ചും ആ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കാണെങ്കിലും ആ സ്റ്റോക്കിൽ ഷോർട്ട് പൊസിഷൻസ് എടുത്തതിന് ശേഷം ഇതുപോലുള്ള നെഗറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിലേക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് പെട്ടെന്ന് വലിയൊരു സെൽ ഓഫിലൂടെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എസ്പെഷ്യലി ഫ്യൂച്ചേഴ്സിലേക്ക് കല്യാൺ ജ്വല്ലേഴ്സ് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ളൊരു നമ്മളൊരു റിസ്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ റാലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സ്റ്റോക്ക് 86 നിന്നും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു കോസ്റ്റ് ഒരു 70 ആയിരിക്കും. അതിനുശേഷം 700 മുകളിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ 10 ടൈംസാണ് നിയർലി ഒരു 2 ഇയേഴ്സിൽ മൂവ് ചെയ്തിട്ടുള്ളതല്ലേ. അതിനുശേഷം ഇപ്പോൾ ഈവൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പോലും 458 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാം 5 ഇരട്ടിയിലധികം പ്രോഫിറ്റിലാണ്
ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ ഈ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് സെല്ലിംഗ് ഇതുപോലെയുള്ള വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ സ്റ്റോക്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാങ്ങട്ടെ എന്നുള്ളൊരു ചോദ്യവും പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്റ്റോക്കിൻ്റെ മറ്റൊരു ചാർട്ടാണ്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ലെവല് ഒരു 365 ലെവലിലാണ് ഒരു സപ്പോർട്ട് ഇനി ക്ലിയർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വലിയ സെൽ ഓഫിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു 600 റുപ്പീസാണ് കല്യാണിൻ്റെ ഒരു നോർമൽ പ്രൈസ് എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് 800 വരെയൊക്കെ പോയിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സെൽ ഓഫ് വരുമ്പോഴും ബൈയിങ് നടക്കുന്ന സമയത്ത് ഒരു യൂഫോർവേയിൽ കുറേ ബൈയിങ് നടക്കും. അതുപോലെ സെല്ലിങ് വരുന്ന സമയത്തും ഒരു പാനിക് സെല്ലിങ്ങിൽ ഈ സ്റ്റോക്ക് ഒരു പക്ഷേ ഇനിയും 250 ലെവലിലേക്കൊക്കെ പോയി നിന്നിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോഴുള്ള ഒരു ഫോളിംഗ് നൈഫ് പോലെ ഇപ്പോൾ സ്റ്റോക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ബൈ ചെയ്യാതെ മാറി നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 250 ലെവലിലൊക്കെ ലഭിക്കുകയാണെങ്കിൽ എൻട്രി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. എന്തായാലും ഈ സ്റ്റോക്ക് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഡിസ്ക്ലെയിമറിൽ പറയുകയാണ്. കാരണം നമുക്കറിയാം ഈ സ്റ്റോക്ക് ഇനീഷ്യലി IPO മുതൽ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്കാണ്. അതിനുശേഷം ഞാൻ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുറച്ചധികം സ്റ്റോക്കുകൾ. അതിനുശേഷം പ്രോഫിറ്റ് പോർഷനാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. എന്തായാലും കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള എൻ്റെ ക്ലയൻസിൻ്റെ ക്വസ്റ്റ്യന് ഇപ്പോൾ എൻ്റർ ചെയ്യാതിരിക്കുക എന്നുള്ളതും, അതേസമയം ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവർ 70ക്കും അല്ലെങ്കിൽ 86-നൊക്കെ റേഞ്ചിൽ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ എല്ലാ വീക്കിലും ഒരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് ഇനിയും ഒരു 20% ഒക്കെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതുപോലെയുള്ളൊരു 4 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഇത് ആദ്യത്തെ സ്റ്റോക്കാണ് എലിവസ് ലൈഫ് സയൻസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് 1149 ലെവലിലാണ് കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഈ ലെവലിൽ നിന്നും ഒരു അപ്വേർഡ് ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു 20%-ലധികം മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഭാരത് ഡൈനാമിക്സ് എന്നുള്ള എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1241 ലെവലിലാണ്. ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ റീബൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ സ്റ്റോക്ക് നല്ല രീതിയിലേക്ക് മുകളിലേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് മെട്രോ ബ്രാൻഡ്സ് എന്നുള്ള ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1230ലാണ്. മെട്രോ ബ്രാൻഡ്സും ഇതുപോലെ ഒരു മുകളിലേക്ക് 20% ഒക്കെ മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് നവീൻ ഫ്ലൂറൈഡ് ഇന്റർനാഷണൽ എന്നുള്ള കമ്പനി. ഈ കമ്പനി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 3709 എന്ന ലെവലിലാണ്. ഇവിടെ നിന്ന് ഈ സ്റ്റോക്ക് ഒരു മാർക്കറ്റിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു 20%-ലധികം മുകളിലേക്ക് മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ എന്നുള്ള സ്റ്റോക്ക് 11% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. വിപ്രോ 11% ഉയർന്നും. അതുപോലെ സെൻസാർ ടെക്നോളജീസ് 9% ഉയർന്നും. ബോബെ ബർമ ട്രേഡിംഗ് 8% ഉയർന്നും. ലോറസ് ലോബ്സ് 8% ഉയർന്നും. ഗോ ഡിജിറ്റ് ഇൻഷുറൻസ് 7% ഉയർന്നും. മണപ്പുറം ഇൻഷുറൻസ് 7% ഉയർന്നും. യുണൈറ്റഡ് ബ്രീവറീസ് 7% ഉയർന്നും. എംഫസിസ് 6% ഉയർന്നും. അവന്തി ഫീഡ്സ് 6% ഉയർന്നും. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 6% ഉയർന്നും. അൾട്രാടെക് സിമെൻറ്റ് 6% ഉയർന്നും. ഗ്രാസിം ഇൻഡസ്ട്രീസ് 5% ഉയർന്നും. അതുപോലെ വോഡാഫോണ് 5% ഉയർന്നും. ടാറ്റ കൺസ്യൂമർ 5% ഉയർന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കഴിഞ്ഞ വീക്കിലെ ഡാറ്റ നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 22,504 ക്രോസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,577.4 ക്രോസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. നിഫ്റ്റി കഴിഞ്ഞ 17 ജാനുവരിയിൽ ക്ലോസ് ചെയ്തിരുന്നത് 23,203 അതിനുശേഷം 20th ജാനുവരിയിൽ 141 പോയിൻറ്റ്സ് ഉയർന്ന നിഫ്റ്റി 21st ജാനുവരിയിൽ 320
പോയിന്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 22 ജാനുവരിക്ക് 130 പോയിന്റ്സ് ഉയർന്ന നിഫ്റ്റി 23 ജാനുവരിക്ക് 50 പോയിന്റ്സ് കൂടെ ഉയർന്നു. അതിനുശേഷം 24 ജാനുവരിയിൽ 113 പോയിന്റ്സ് കൂടെ താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 23,092-ലാണ്. 111 പോയിന്റ്സ് ആണ് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ലോസ് രേഖപ്പെടുത്തിയത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നമുക്ക് കാണാൻ ഡിസംബർ മന്തിൽ 486 പോയിന്റ്സിന്റെ ലോസിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ആ ലോസ് കണ്ടിന്യൂ ചെയ്ത് ജനുവരി മന്തിൽ 552 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്താണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 20 DMA വരുന്നത് 23,450-ലാണ്. 50 DMA വരുന്നത് 23,852-ലും 200 DMA വരുന്നത് 23,984-ലും അതുപോലെ 100 DMA വരുന്നത് 24,407-ലുമാണ്. നമ്മൾ നിഫ്റ്റിയുടെ ഈ 200 DMA വരുന്ന 23,984 എന്നുള്ള ലെവൽ വളരെ ക്രൂഷ്യലായിട്ടൊരു ലെവലാണ്. ആ ലെവലിന് ബജറ്റിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ബജറ്റ് ആണെങ്കിൽ നിഫ്റ്റി വളരെ പെട്ടെന്ന് തന്നെ ഈ 200 DMAക്ക് മുകളിലേക്ക് ട്രേഡ് ചെയ്ത് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് കാണാം നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് വരുന്നത് 23,165 ആണ്. അതുപോലെ നിഫ്റ്റിയുടെ നമ്മൾ കുറേ സമയമായിട്ടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട റിവേഴ്സൽ പോയിന്റ് 23,189 വളരെ അരികിൽ തന്നെയാണ് ഇപ്പോഴും നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ആ ലെവലൊരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കുകയും ചെയ്യും വരും ദിവസങ്ങളിലും. 23,353 ആണ് അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ. അതിന് മുകളിൽ 23,614-ഉം 23,802-ഉം 24,514-ഉം 25,384 ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് ലെവലുകൾ. അതേസമയം 23,165 താഴെ സപ്പോർട്ടുകളായിരിക്കുക 22,715, 22,590, 22,454 അതുപോലെ തന്നെ 21,720 എന്ന ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 23,802-ഉം അതുപോലെ ലോവർ റേഞ്ച് 22,590 ആയിരിക്കും. അതേസമയം പിവറ്റ് പോയിന്റ് ആയിരിക്കും നിൽക്കുക 23,165 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ വീക്കിലെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ആണ്. CGCL എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 200 ലെവലിലാണ്. ഈ ലെവലിന് മുകളിലേക്ക് CGCL മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 220 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഈ വീക്കിലെ ട്രിപ്പിൾ ടെക്നിക്കൽ പെക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് സെഞ്ചുറി പ്ലൈബോർഡ്സ് ആണ്. ഈ സ്റ്റോക്ക് 799-ലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ലെവലായിരിക്കും 880 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ കരൂർ വൈശ്യ ബാങ്ക്, വിപ്രോ, SBI കാർഡ്സ്, 5 സ്റ്റാർ അതുപോലെ തന്നെ ചെമ്പൽ ഫെർട്ട് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റ് ഈ സ്റ്റോക്കുകളെയും കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.